നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം. കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പാൽക്കുളങ്ങര. അപ്പോൾ നമുക്ക് കേൾക്കാം. പരീക്ഷയും ദക്ഷിണയുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന കഥ. കഥയിൽ ചോദ്യമില്ല. പരീക്ഷയും ദക്ഷിണയും. അസ്ത്രവിദ്യാപാര രംഗതനായ ദ്രോണാചാര്യർ രാജകുമാരന്മാരെ സകല വിദ്യത്തിലുമുള്ള ആയുധങ്ങളുടെ ഉപയോഗവും പ്രയോഗവും പഠിപ്പിച്ചിരുന്നു. കായബലമേറിയ ഭീമസേനൻ, ദുര്യോധനൻ മുതലായവർ പ്രധാനമായി അഭ്യസിച്ചിരുന്നത് ഗദായുദ്ധമായിരുന്നു. അർജുനൻ തുടങ്ങിയവർ പ്രധാനമായി പഠിച്ചിരുന്നത് ധനുർവിദ്യയും. ഇങ്ങനെ എല്ലാവരും അവരവരുടെ വാസനയ്ക്കനുസരിച്ച് ഓരോ വിദ്യ അഭ്യസിച്ച് അതിൽ നൈപുണ്യം സമ്പാദിച്ചു. ഒരിക്കൽ ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ ശരപ്രയോഗ സാമർഥ്യം പരീക്ഷിക്കുവാൻ തീർച്ചയാക്കി. ഒരു മരക്കൊമ്പിൽ ഒരു കൃത്രിമ പക്ഷിയെ വിന്യസിച്ച് അതിൻ്റെ കഴുത്ത് അമ്പെയ്ത് മുറിക്കുവാൻ അവരോട് പറഞ്ഞു. ധനുർവിദ്യ അഭ്യസിച്ചിരുന്നവരെല്ലാവരെയും കയ്യിൽ വില്ലും അമ്പുമാന്തി മരച്ചുവട്ടിൽ ചെന്ന് വില്ലെടുത്ത് അമ്പ് തൊടുത്ത് മേൽപോട്ട് നോക്കി നിൽപ്പായി. ആചാര്യൻ എല്ലാവരോടുമായി പറഞ്ഞു, ലക്ഷ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു നിൽക്കുക. അതിനുശേഷം ആചാര്യൻ ആദ്യം യുധിഷ്ഠിരനോട് ചോദിച്ചു, വത്സ, ആ മരവും കിളിയും അതിൻ്റെ കഴുത്തും ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളും നിനക്ക് ദൃഷ്ടി ഗോചരം ആവുന്നുണ്ടോ? യുധിഷ്ഠിരൻ ഉത്സാഹത്തോടെ പറഞ്ഞു, ഗുരു, ഞാൻ എല്ലാം കാണുന്നുണ്ട്. ദ്രോണർ ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും യുധിഷ്ഠിരൻ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞു. ദ്രോണരുടെ പുരികൻ ചുളിഞ്ഞു. കോപം കൊണ്ട് കണ്ണുകൾ ചുമന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, വില്ല് വെച്ച് മാറി നിൽക്കുക. ഒടുവിൽ അർജുനനോടും അതേ ചോദ്യം ചോദിച്ചു. അർജുനൻ പറഞ്ഞു, ഗുരു, കിളിയുടെ കഴുത്ത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദ്രോണർ ഉത്സാഹം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടി. താൻ ഉപദേശിച്ചു കൊടുത്ത ശിഷ്യന്മാർ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുണ്ടെന്നറിയുമ്പോൾ ഒരു ഗുരുവിനുണ്ടാകുന്ന ചാരിതാർത്ഥ്യവും സന്തോഷവും എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കുവാൻ വയ്യ. ദ്രോണർ സസന്തോഷം അർജുനനോട് ഇപ്രകാരം പറഞ്ഞു, വത്സ, ധനുർവിദ്യയിൽ വൈദഗ്ധ്യം നേടുവാൻ പ്രധാനമായി ആവശ്യമുള്ളത് ഏകാഗ്രതയാണ്. അത് നിനക്കുണ്ട്. അതിനാൽ നീ കാലക്രമത്തിൽ വില്ലാളികളിൽ അഗ്രിമനായി തീരും. ഒരിക്കൽ ദ്രോണർ ഗംഗയിൽ കുളിച്ചുകൊണ്ട് നിൽക്കെ ഒരു മുതല അദ്ദേഹത്തിന്റെ കാലിൽ പിടികൂടി. അദ്ദേഹം മുതലയിൽ നിന്ന് രക്ഷപ്പെടാൻ കിണഞ്ഞു ശ്രമിച്ചു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും നദീതീരത്തുണ്ടായിരുന്നു. ആചാര്യൻ അവരുടെ സഹായം തേടി. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാനായില്ല. മുങ്ങിക്കിടക്കുന്ന മുതലയെ എങ്ങനെ വധിക്കാൻ കഴിയും? അമ്പയച്ചാൽ ആചാര്യന്റെ പാദങ്ങളിൽ കൊണ്ടാലോ? അപ്പോൾ അർജുനൻ ലക്ഷ്യം പിടിച്ചു ഒരമ്പ് ജലത്തിലേക്ക് അയച്ചു. അത് മുതലയുടെ ശിരസിൽ തറച്ചുകൊണ്ടു. ആചാര്യൻ രക്ഷപ്പെട്ടു. അദ്ദേഹം ആ വത്സര ശിഷ്യന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആഗ്നേയാസ്ത്രം, വരണാസ്ത്രം, നാഗാസ്ത്രം മുതലായ അസ്ത്രങ്ങളെല്ലാം മന്ത്രപൂർവ്വം പ്രയോഗിക്കപ്പെടേണ്ടവയാണ്. ധനുർവിദ്യയിൽ നല്ല നൈപുണ്യം നേടിയവർക്ക് മാത്രമേ അസ്ത്രങ്ങളുടെ പ്രയോഗ സംഹാരക്രമങ്ങളും അതിനുള്ള മന്ത്രവും ഉപദേശിച്ചു കൊടുക്കാറുള്ളൂ. അവയിൽ ഏറ്റവും മഹാത്മ്യമേറിയ ഒന്നാണ് ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചതോടെ അർജുനന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി. കുമാരന്മാരുടെ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഒരു യുദ്ധപരീക്ഷ നടത്തണമെന്ന് ഭീഷ്മർ തുടങ്ങിയ ഗുരുജനങ്ങൾ തീരുമാനിച്ചു. അതിനൊരു ദിവസവും നിശ്ചയിച്ചു. അതിലേക്ക് മനോഹരമായൊരു രംഗം സജ്ജീകരിക്കുകയും ചെയ്തു. അഭ്യാസത്തിനുള്ള ഒരുക്കങ്ങളെല്ലാമായി ധൃതരാഷ്ട്രർ, ഭീഷ്മർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങളും ഗാന്ധാരി, കുന്തി തുടങ്ങിയ അന്തപുര സ്ത്രീകളും സന്നിഹിതരായി. രാജകുമാരന്മാരുടെ അഭ്യാസ പരീക്ഷകൾ കാണാൻ പൗരജനങ്ങളും ആഗതരായി. രംഗവേദിയിലേക്ക് ദ്രോണാചാര്യർ ശിഷ്യന്മാരുമൊത്ത് പ്രവേശിച്ചു. എല്ലാവരും ഉത്സാഹത്തോടെ ഉറ്റുനോക്കിയിരിക്കെ ദുര്യോധനനും ഭീമസേനനും ഗദാഹസ്തന്മാരായി അന്യോന്യം മത്സരമാരംഭിച്ചു. അഭ്യാസ പാടവങ്ങൾ പ്രദർശിപ്പിച്ച് അവർ കാണികളെ അത്ഭുത സ്തബ്ധരാക്കി. തെല്ലു കഴിഞ്ഞപ്പോൾ സ്വതേ തമ്മിൽ വൈരാഗ്യം പുലർത്തിയിരുന്ന അവർ കാര്യമായി പൊരുതാൻ തുടങ്ങി. അതോടെ രംഗം ഊഷ്മളമായി. കാണികൾ അന്ധാളിച്ചു. കാര്യം മനസ്സിലാക്കിയ ദ്രോണർ ഉടനെ രണ്ടുപേരെയും പിരിച്ചയച്ചു. അതിനുശേഷം രംഗപ്രവേശനം ചെയ്തത് അർജുനനായിരുന്നു. ഒരു കൈയിൽ വില്ലും മറുകൈയിൽ ശരവുമായി ആ യുവ കോമളൻ കളത്തിലിറങ്ങിയപ്പോൾ ദ്രോണർ സഭാവാസികളോടായി പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അർജുനനാണ്. ധനുർവിദ്യയിൽ ഇവൻ കാർത്തികവീരാർജുനേക്കാൾ സമർത്ഥനാണ്.
ഇവന്റെ അഭ്യാസങ്ങൾ നിങ്ങളെ ആകർഷിക്കാതിരിക്കില്ല. ഇവനെ എതിർക്കുവാൻ എൻ്റെ ശിഷ്യരിൽ ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നീട് രംഗത്തിറങ്ങിയത് കർണനായിരുന്നു. ആ ജന്മലബ്ധങ്ങളായ കനകകുണ്ടലങ്ങളും ദിവ്യകവചവും ധരിച്ച് മാർത്താണ്ഡദേവന്റെ മണ്ഡലം പോലെ വിളങ്ങിയിരുന്ന മുഖകമലത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ട ആ യുവാവ് കൃപാചാര്യരെയും ദ്രോണാചാര്യരെയും വിനയപുരസ്സരം വന്ദിച്ചു. വില്ലുകുലച്ചപ്പോൾ സദസ് ആകെ ആകാംക്ഷാഭരിതമായി. തുടർന്ന് കർണൻ അർജുനൻ അവതരിപ്പിച്ച എല്ലാ അഭ്യാസങ്ങളും പ്രദർശിപ്പിച്ചു. കർണന്റെ ആകൃതി, സൗഷ്ഠവവും മെയ് വഴക്കവും അഭ്യാസപാടവവും കാണികളെ കൂടുതൽ ആകർഷിച്ചു. സദസ് ആകെ കർണനെ അനുമോദിച്ചു. ഹസ്തതാടനം ചെയ്ത അപ്പോൾ ദുര്യോധനൻ രംഗത്ത് പ്രവേശിച്ച് ഇപ്രകാരം പറഞ്ഞു: കർണനും അർജുനനും തമ്മിൽ മത്സരിച്ച് അവരുടെ സാമർഥ്യം പ്രദർശിപ്പിക്കട്ടെ. അപ്പോൾ അവരിൽ ആരാണ് സമർത്ഥനെന്ന് അറിയാമല്ലോ. തുല്യശക്തരായ രണ്ട് അഭ്യാസികളുടെ മത്സരം കാണുവാനുള്ള കൗതുകം കൊണ്ട് കാണികൾ അത് ശരിവെച്ചു. കർണൻ ആ അഭിപ്രായത്തെ ആദരിച്ച് അർജുനനെ സാഭിമാനം നോക്കി. അർജുനൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് പോലെ ഒരു മന്ദഹാസത്തോടെ രംഗമണ്ഡപത്തിലേക്ക് മന്ദം നീങ്ങി. ഉഗ്രമായ ഒരു പോരാട്ടം കാണുവാൻ കാണികൾ കൗതുകത്തോടെ വീർപ്പടക്കി നിൽക്കെ അതിന്റെ ഭവിഷ്യത്ത് അറിയാമായിരുന്ന കൃപാചാര്യർ മുന്നോട്ട് നീങ്ങി നിന്ന് ഇങ്ങനെ പറഞ്ഞു: എന്താണിത്? കർണനോട് അർജുനൻ മത്സരിക്കുകയോ? ആരാണ് കർണൻ? ആരാണ് അർജുനൻ? കേവല സൂതപുത്രനായ കർണൻ എവിടെ? പൂർവംശ തിലകമായി തിളങ്ങുന്ന അർജുനൻ എവിടെ? അവർ തമ്മിൽ മത്സരിക്കാൻ പാടില്ല. സഖ്യവും സമരവും സമന്മാരോട് മാത്രമേ പാടുള്ളൂ എന്നാണ് വിധി. രാജകുമാരനല്ലാത്ത കർണനോട് യുദ്ധം ചെയ്യാൻ അർജുനനെ അനുവദിച്ചുകൂടാ. ആ പ്രഭാഷണം കേട്ട് കർണന്റെ മുഖം മങ്ങി. അത് കണ്ട് കാണികളും തലകുനിച്ചു. ഇതിലേറെ ഒരു വീരനെ അപമാനിക്കാനുണ്ടോ? കാണികളുടെ മുൻനിരയിൽ വിശിഷ്ടാസനത്തിൽ ഉപവിഷ്ടരായിരുന്ന കന്തിയുടെ ഹൃദയം നടുങ്ങി. കാണികളുടെ മുൻനിരയിൽ വിശിഷ്ടാസനത്തിൽ ഉപവിഷ്ടയായിരുന്ന കുന്തിയുടെ ഹൃദയം നടുങ്ങി. പുറത്തു കാട്ടാനാവാത്ത ശക്തമായ വേദന കടിച്ചമർത്തി സ്വസ്ഥയാകാൻ ശ്രമിച്ചു. തൻ്റെ ആദ്യത്തെ മകൻ, മറ്റാരേക്കാളും സമർത്ഥൻ, ആരെയും ആകർഷിക്കുന്ന സുന്ദരൻ, ഇന്ന് അനേക ആളുകളുടെ മുന്നിൽ അവഗണിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. അവന്റെ മുഖം വാടിത്തളർന്നു. ദൈവമേ, അവന്റെ അമ്മയായ ഞാനിതെങ്ങനെ സഹിക്കും? കുന്തി ചെയ്ത തെറ്റിന്റെ തിക്തഫലം അനുഭവിച്ചു. കർണന്റെ ഭാവമാറ്റം കണ്ട് സഹതാപം തോന്നിയ ദുര്യോധനൻ അസഹ്യമായ കോപതാപങ്ങളോടെ കൃപാചാര്യരുടെ നേരെ കയർത്തു. ഗുരു, അവിടെന്ന് പറഞ്ഞത് ഒട്ടും ന്യായമല്ല. ഉത്കർഷ അപകർഷങ്ങൾക്കു നിദാനം വംശമല്ല. കുലമഹിമകളെ ചൊല്ലി കഴിവുള്ളവരെ കളിയാക്കുന്നത് ഒരിക്കലും ശരിയല്ല. പോരെങ്കിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ വെച്ച് ഒരാളെ ഇതിലേറെ അപമാനിക്കാനില്ല. എല്ലാം അറിയാവുന്ന ആചാര്യൻ ഇങ്ങനെ ചെയ്തതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ദുര്യോധനന്റെ വാക്കുകൾ സദസ്സിന് കർണപീയൂഷമായിരുന്നു. അവർ ഒന്നടങ്കം ആ അഭിപ്രായത്തെ അംഗീകരിച്ചു തലയിളക്കി. ദുര്യോധനൻ ഒന്നുകൂടി മുന്നോട്ട് കയറി നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു: കർണന് പറ്റിയ പതിത്വം രാജാവല്ലെന്നതാണോ? എങ്കിൽ കർണനെ ഞാനിതാ രാജാവാക്കുന്നു. അംഗദേശത്തെ രാജാവായി കർണനെ വാഴ്ചിരിക്കുന്നു. ഉടനെ കർണന്റെ അഭിഷേകം നടക്കട്ടെ. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടരായ കാണികൾ ഒന്നടങ്കം ആർത്തു വിളിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. അഭിഷേക കർമ്മങ്ങൾ ധൃതിയിൽ നടന്നു. കർണൻ വെൺകൊറ്റക്കുട, വെൺചാമര മുതലായ രാജചിഹ്നങ്ങളുടെ സിംഹാസനത്തിൽ ഇരുന്നു. എല്ലാം കണ്ട് ആനന്ദബാഷ്പങ്ങളായ മിഴികൾ ഇടയ്ക്കിടെ തുടച്ച് വീർപ്പടക്കി ഒരു വൃദ്ധൻ ജനങ്ങൾക്കിടയിലൂടെ കർണന്റെ അടുത്തെത്തി വികാര വായ്പോടെ വിളിച്ചു: എന്റെ പൊന്നുമകനേ. ആ ശബ്ദം കേട്ട് കർണൻ ചാടി എണീറ്റ് ആ വൃദ്ധപാദങ്ങളിൽ കുമ്പിട്ട് വണങ്ങി. അത് കർണനെ വളർത്തിയ ആ വൃദ്ധ സൂതനായിരുന്നു. അംഗരാജ്യത്തെ രാജാവായി അവരോധിക്കപ്പെട്ട കർണൻ തന്റെ പാദങ്ങളിൽ തല കുമ്പിട്ട് വണങ്ങുന്നത് കണ്ടപ്പോൾ സൂതന്റെ ഹൃദയം സന്തോഷവും ചാരിതാർത്ഥ്യവും കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം ഇരു കരങ്ങളും ഉയർത്തി തന്റെ വളർത്തുപുത്രനെ അനുഗ്രഹിച്ചു. ഇതെല്ലാം കണ്ടു കുന്തി ഹൃദയം നൊന്ത് തേങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. ഒടുവിൽ ബോധമറ്റു പിടഞ്ഞ് വീണു. ഭീഷ്മൻ വിളിച്ചു ചോദിച്ചു: അല്ലേ സൂതപുത്ര, നീയാണോ അർജുനനോട് പോരിന് പുറപ്പെട്ടത്? നിനക്ക് പറ്റിയ പണി തേരുകളിക്കലില്ലേ? എന്തിന് രാജകുമാരന്മാർക്ക് ശകനം മുടക്കുന്നു? അത് കേട്ടെങ്കിലും കർണൻ ഒന്നും ഉരിയാടിയില്ല. അടുത്തു നിന്ന ദുര്യോധനൻ മറുപടി പറഞ്ഞു: കർണൻ ഇപ്പോൾ അംഗരാജാവാണ്. പോരിൽ പ്രതാപശാലിയും അസ്ത്രവിദ്യയിൽ അദ്വിതീയനുമായ കർണനെ കുലദോഷം ആരോപിച്ച് അവഹേളിക്കുന്നതും ശരിയല്ല. പ്രത്യേകിച്ച് കുലമഹിമയെക്കുറിച്ച് സംസാരിക്കുവാൻ നിങ്ങൾ അർഹരുമല്ല. നിങ്ങളുടെ ഉൽപ്പത്തി കഥകൾ എല്ലാവർക്കും അറിയാം.
പൂർവംശവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? അർജുനൻ അഭിമാനിയാണെങ്കിൽ വില്ലെടുത്ത് കളത്തിലിറങ്ങട്ടെ. കർണന്റെ കുലമഹിമ അപ്പോഴേ അറിയാം. അത് കേട്ടപ്പോൾ ഗുരുജനങ്ങളും വിഷമിച്ചു. അതിനെന്താ മറുപടി പറയുക? അർജുനൻ ആയുധമേന്തി രംഗത്ത് വന്നു. പക്ഷേ സമയം വളരെ വൈകിയതിനാൽ ഇനി മത്സരം വേണ്ട എന്ന് വെക്കപ്പെട്ടു. എല്ലാവരും പിരിഞ്ഞു. ദുര്യോധനൻ ബഹുമാനപൂർവ്വം കർണന്റെ കൈപിടിച്ച് സ്വന്തം വസതിയിലേക്ക് വിശിഷ്ടാതിഥിയായി കൂട്ടിക്കൊണ്ടുപോയി. എന്താണ് ഗുരുദക്ഷിണ നൽകേണ്ടത് എന്നെല്ലാവരും ചിന്തിച്ചിരിക്കെ ഒരു ദിവസം ദ്രോണർ ശിഷ്യന്മാരുടെ പ്രകാരം പറഞ്ഞു: പ്രിയ ശിഷ്യന്മാരെ, എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു പാഞ്ചാല രാജാവ് ദ്രുപൻ. ഞങ്ങൾ സഹപാഠികളായിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ രാജാവാകുമ്പോൾ പകുതി രാജ്യം നൽകാം എന്ന്. അദ്ദേഹം രാജാവായതിനു ശേഷം എന്തെങ്കിലും സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു സൗഹൃദവും കാട്ടിയില്ലെന്ന് മാത്രമല്ല, എന്നെ വേദനിപ്പിക്കുക കൂടി ചെയ്തു. ഞാൻ സഖേ എന്ന് സംബോധന ചെയ്തതിനെ പുച്ഛിച്ചുകൊണ്ട് ഭിക്ഷ തെണ്ടിയടക്കുന്ന നിനക്കും നാടുവാഴുന്ന എനിക്കും തമ്മിൽ എന്ത് സഖ്യമാണുള്ളത് എന്ന് ചോദിച്ചു. എന്നെ അപമാനിച്ചു. സർവവിദ്യാപാര രംഗനായ ഒരു വിപ്രൻ ഒരു രാജാവിൻ്റെ സഖാവായി തീരുന്നതിനേക്കാൾ അധികം ലജ്ജാവഹമായിട്ടുള്ളത് അവനവൻ ചെയ്ത പ്രതിജ്ഞയെ ലംഘിക്കുന്നതാണെന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറയാൻ ഒരവസരം ഉണ്ടാക്കി തരുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാവും എനിക്ക് ഏറ്റവും അഭിമതമായ ഗുരുദക്ഷിണ. അത് കേട്ടയുടനെ അർജുനൻ പറഞ്ഞു: ആചാര്യന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എന്തു കാര്യവും നേടാൻ കഴിയും. ദ്രോണർ പറഞ്ഞു: യജ്ഞസേനൻ നിസാരനാണെന്ന് കരുതരുത്. അവൻ ദിവ്യ സംഭാവനയാണ്. അവൻ്റെ പിതാവായ പാഞ്ചാലഭൂവൻ തപസ്സനുഷ്ഠിച്ച് ഒറ്റക്കാലിൽ നിന്ന് കഠിന തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ മുന്നിൽ മേനകയെത്തി. മേനകയുടെ വിലാസ ലാസ്യങ്ങൾ കണ്ട് തപസ്സിളകി രാജാവ് കാമപരവശനായി. തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും ഇന്ദ്രിയം ശ്രവിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നിന്നും ജനിച്ചവനായതുകൊണ്ട് അവന് ദ്രുപദൻ എന്ന് പേര് ലഭിച്ചു. ആ ദ്രുപദനാണ് ഈ യജ്ഞസേനൻ. അവൻ അജയ്യനും അത്ഭുത വിക്രമനുമാണ്. യജ്ഞസേനൻ ആരുമാകട്ടെ, അയാളെ തോൽപ്പിച്ചു കൊണ്ടുവന്ന് ഗുരുവിന് കാഴ്ചവെക്കുക തന്നെ. ദുര്യോധനനും കർണനും എല്ലാം കൂടി ആദ്യം പടയും കൂട്ടി പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. കടുത്ത യുദ്ധമുണ്ടായി. ദുര്യോധനാദികൾ പരാജിതരായി പിന്തിരിയേണ്ടി വന്നു. ഇതറിഞ്ഞ് അർജുനാദികൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു. അർജുനൻ യജ്ഞസേനനെ ഒരു മുറിവ് പോലും ഏൽപ്പിക്കാതെ ബന്ധിച്ചു കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. ആചാര്യൻ തൻ്റെ ശിഷ്യനെ അനന്താശ്രുക്കളോടെ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ബന്ധസ്ഥനായ ധ്രുവനെ നോക്കി പരിഹാസ ഭാവത്തിൽ ചോദിച്ചു: ഹേ രാജാവേ, ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ വല്ല സമത്വവുമുണ്ടോ? നിങ്ങൾ എൻ്റെ അടിമ, ഞാനോ നിങ്ങളുടെ അധീശൻ അധികാരിയും. രാജ്യത്വം ശാശ്വതമല്ല. മനുഷ്യത്വമോ മഹനീയവും. മനുഷ്യത്വത്തെ മാനിച്ച് ഞാൻ നിങ്ങളെ വിട്ടയക്കുന്നു. നിങ്ങൾക്ക് പോകാം. ഗുരുവിൻ്റെ കൽപ്പനയനുസരിച്ച് ബന്ധന വിമുക്തനാക്കി. ധർമ്മപുത്രർ ഗുരുവിൻ്റെ കൽപ്പനയനുസരിച്ച് ബന്ധന വിമുക്തനാക്കി. ദ്രുപദൻ പണ്ട് തൻ്റെ ഉറ്റ തോഴനായിരുന്ന ദ്രോണരോട് കാട്ടിയ മര്യാദ ഇല്ലായ്മയും സ്നേഹമില്ലായ്മയും ഓർത്ത് ലജ്ജിച്ചു തലതാഴ്ത്തി. തന്നെ കാണാനെത്തിയ തൻ്റെ തോഴനായിരുന്നു കുചേല ബ്രാഹ്മണനെ മാറോട് ചേർത്ത് ഗാഠം പുണർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ചു. പള്ളിമഞ്ചത്തിലിരുത്തി സൽക്കരിച്ച കൃഷ്ണനെവിടെ? സുഹൃത്തായ ദ്രോണനെ ദരിദ്രനെന്ന് പരിഹസിച്ചു പടിക്ക് പുറത്താക്കിയ ധ്രുവനെവിടെ? ദ്രോണരുടെ സൗമനസ്യം കൊണ്ട് ജീവൻ വീണ്ടു കിട്ടിയ ധ്രുവൻ പശ്ചാത്താപത്തോടെ പാഞ്ചാല രാജ്യത്തേക്ക് മടങ്ങി. പക്ഷേ താങ്ങാനാവാത്ത അപമാനഭാരത്താൽ ദ്രുപദൻ അസ്വസ്ഥനായി. എങ്ങനെയും ദ്രോണരോട് പകരം വീട്ടണം. അതായിരുന്നു ദ്രുപദന്റെ ആഗ്രഹം. ദ്രോണരെ വധിക്കുവാൻ ഒരു പുത്രനും വില്ലാളി വീരനായ അർജുനന് പത്നിയാകുവാൻ യോഗ്യയായ ഒരു പുത്രിയും തനിക്കുണ്ടാകണമെന്ന് ആശിച്ച് അദ്ദേഹം ഒരു മഹായജ്ഞം സമാരംഭിച്ചു. യാഗകുണ്ഡത്തിൽ നിന്നും കാന്തിമാനും ധനുർബാണ കിരീടാദികൾ ധരിച്ചവനുമായ ഒരു യോദ്ധാവ് ഉയർന്നു വന്നു. പിന്നീട് സർവാംഗസുന്ദരിയായ ഒരു തരുണിയും മൂന്നാമത് ആണും പെണ്ണുമല്ലാത്ത ഒരു നപുംസകവും ഉയർന്നു. മൂന്നുപേരെയും ദ്രുപദൻ സ്വന്തം സന്താനങ്ങളായി സ്വീകരിച്ചു. പ്രഥമപുത്രന് ദൃഷ്ടദ്യുമനെന്നും പുത്രിക്ക് കൃഷ്ണ എന്നും മൂന്നാമത് കിട്ടിയ നപുംസകത്തിന് ശിഖണ്ഡി എന്നും നാമകരണം ചെയ്തു. ശിഖണ്ഡി എന്നൊരു പുത്രൻ നേരത്തെ ധ്രുവനുണ്ടായിരുന്നു. അവൻ മരിച്ചു. അംബയുടെ
ആഗ്രഹസാധ്യത്തിനു വേണ്ടി അവൻ തന്നെയായിരിക്കാം വീണ്ടും നപുംസകമായി ജനിച്ചതെന്ന് ദ്രുപദൻ വിശ്വസിച്ചു. അവന് അതുകൊണ്ടാണ് ശിഖണ്ഡി എന്ന് തന്നെ പേരിട്ടതും കൃഷ്ണയത്രേ പാഞ്ചാലി എന്ന് പിന്നീട് അറിയപ്പെട്ടത്. 3 കുട്ടികളെയും ദ്രുപദൻ തൻ്റെ ആഗ്രഹസാധ്യത്തിനു വേണ്ടി ഓമനിച്ചു വളർത്തി. നമസ്കാരം.